നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പ് കിരീടം സ്വന്തമാക്കിയത് സ്പെയിനാണ്. അർഹിച്ച ഒരു കിരീടമാണ് അവർ സ്വന്തമാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളും ഉണ്ടാവില്ല. മാത്രമല്ല, അവർക്ക് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം കേവലം 17 വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ നടത്തിയിട്ടുള്ളത്. ഒരു ഗോളും 4 അസിസ്റ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. മാത്രമല്ല, ടൂർണമെന്റിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു അവാർഡ് കൂടി അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അതായത് ഈ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച ഗോളായിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലാമിൻ യമാലിന്റെ ഗോളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഫ്രാൻസിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിൽ ബോക്സിന്റെ വെളിയിൽ നിന്നും ഒരു കിടിലൻ ലോങ് റേഞ്ച് ഗോളായിരുന്നു അദ്ദേഹം നേടിയിരുന്നത്. ആ ഗോളാണ് ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച ഗോളായിക്കൊണ്ട് യുവേഫ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല, ടോപ്പ് 10 ഗോളുകൾ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ലാമിൻ യമാൽ ആണ്. രണ്ടാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗ്ഹാം ആണ് വരുന്നത്. സ്ലോവാക്യക്കെതിരെയുള്ള മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾ നേടിയിരുന്നു. അതാണ് രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് വേഴ്സസ് സ്കോട്ട്ലാൻഡ് മത്സരത്തിൽ ഷെർദാൻ ഷാക്കിരി സ്വിറ്റ്സർലൻഡിന് വേണ്ടി നേടിയ ഗോളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നാലാം സ്ഥാനത്ത് റൊമാനിയൻ താരമായ നിക്കോളായ് സ്റ്റാൻസിയുവിന്റെ ഗോൾ വരുന്നു. ഉക്രൈനെതിരെ നേടിയ ഗോളാണ്. അഞ്ചാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് യുവ പ്രതിഭയായ ആർദ ഗുലർ തുർക്കിക്ക് വേണ്ടി നേടിയ ഗോളാണ് ഇടം നേടിയിട്ടുള്ളത്. ജോർജിയക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു കിടിലൻ ഗോളായി അദ്ദേഹം നേടിയിരുന്നത്. ആറാം സ്ഥാനത്ത് ജോർജിയ വേഴ്സസ് തുർക്കി മത്സരത്തിൽ മെർട്ട് മൾഡർ നേടിയ ഗോൾ വരുന്നു. അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ഫാബിയാൻ റൂയിസ് സ്പെയിനിന് വേണ്ടി നേടിയ ഗോളാണ് വരുന്നത്. ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിലായിരുന്നു ആ ഗോൾ പിറന്നത്. എട്ടാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന് വേണ്ടി നെതർലൻഡ്സിനെതിരെ ഒല്ലി വാറ്റ്കിൻസ് അവസാന സമയത്ത് നേടിയ ഗോൾ വരുന്നു. ഒൻപതാം സ്ഥാനത്ത് ക്രൊയേഷ്യ വേഴ്സസ് ഇറ്റലി മത്സരത്തിൽ മാറ്റിയ സക്കാഗിനി നേടിയ ഗോളാണ് ഇടം നേടിയിട്ടുള്ളത്. പത്താം സ്ഥാനത്ത് സാവി സിമൺസ് നെതർലൻഡ്സിന് വേണ്ടി നേടിയ ഒരു മികച്ച ഗോൾ വരുന്നു. ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ആ ഒരു ഗോൾ പിറന്നിരുന്നത്. ഇതാണ് ടോപ്പ് 10 ഗോളുകളായിക്കൊണ്ട് യുവേഫ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏതായാലും ലാമിൻ യമാലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ആ ഒരു യുവേഫ യൂറോ കപ്പ് അവിസ്മരണീയമായ നേട്ടങ്ങളും മുഹൂർത്തങ്ങളുമാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.